കുഞ്ഞുമോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. പുതിയതൊന്നല്ല, എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാറുള്ളൂ കേട്ടോ. ഞാനൊരു വിധം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് അത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുവിധം റെഡി ആയിട്ടൊക്കെ ഉണ്ട്. ഞാൻ വെള്ളയപ്പം അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ പുത്തമ്പള്ളിയുടെ അവിടെ ഒരു വെള്ളയപ്പങ്ങാടി ഉണ്ട്. അവിടെ പോയ വെള്ളയപ്പം നല്ല സൂപ്പറായിട്ട് വെള്ളയപ്പം കിട്ടും കേട്ടോ. അവിടുത്തെ വെള്ളയപ്പത്തിന് പറഞ്ഞാൽ സൂപ്പർ വെള്ളയപ്പം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ കഴിക്കേണ്ടി വരും. അത്രയും നൈസായിട്ടുള്ള വെള്ളയപ്പം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയതാണ് ഞാൻ. പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ വന്നിട്ട് വെള്ളയപ്പം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളാം. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വെള്ളയപ്പത്തിന് ഇടാം. വെള്ളയപ്പത്തിന് ഈസി ആയിട്ട് വെള്ളയപ്പത്തിന് ഞാൻ എങ്ങനെയാണ് അരയ്ക്കണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് പച്ചരി കുതിരാനിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 4 മണിക്കൂർ നമുക്ക് കുതിരാനിട്ട് വയ്ക്കാം കേട്ടോ. പച്ചരി ഞാൻ കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിരാനിട്ട് വെച്ചിട്ടുള്ളതാട്ടോ. നമുക്കതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് കോരിയിടാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളവും അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് അതിൽ ചിലർ ചോറ് ചേർക്കൂട്ടെ. ഞാൻ ചോറ് ചേർക്കണില്ല, ഞാൻ കുറച്ച് വെള്ളവിലാണ് ചേർക്കണത്. വെള്ളവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് നാളികേരം കൂടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഞാനത് അരയ്ക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. ചിലർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് മറ്റേ മണി പോലെയുള്ള ഈസ്റ്റാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റായ കാരണം ഞാനത് അരയ്ക്കുന്ന കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നിട്ട് നന്നായി മിക്സിയിൽ നന്നായി വെണ്ണ പോലെ നന്നായി അരച്ചെടുക്കും കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ അതൊരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് നന്നായി എല്ലായിടത്തും തന്നെ പിടിക്കണം. പിന്നെ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പാൻ വെച്ചു. നമുക്ക് വെള്ളയപ്പത്തിലേക്ക് കോരി ഒഴിക്കാം. ആവശ്യത്തിന് കോരി ഒഴിക്കാം. ഞാനൊരു 2 സ്പൂൺ ഞാൻ ഒഴിച്ചു. നന്നായി ചുറ്റിച്ചെടുത്ത് വെള്ളയപ്പം ഉണ്ടാക്കി. ഇപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നമുക്ക് നൈസായിട്ടുള്ള വെള്ളയപ്പം കിട്ടിയ പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി കൂട്ടിയിട്ട് എല്ലാവരും വെള്ളയപ്പം കഴിച്ചു. നല്ല നൈസായിട്ടുള്ള വെള്ളയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങാടിയിലെ വെള്ളയപ്പം നമുക്കും വീട്ടിലുണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്.